2026 ഇറങ്ങി തുടങ്ങിയ ഒരു ജപ്പനീസ് ആനിമയാണ് കൈജു നമ്പർ 8. ആക്ഷൻ, മിലിറ്ററി, സൈഫൈ, ഷോണൻ ജോണറിൽപ്പെട്ട ഈ ആനിമയുടെ ഓതർ നവോയ മാട്സുമോട്ടോയാണ്. പ്രൊഡക്ഷൻ ഐജിയാണ് സ്റ്റുഡിയോ. അത്യാവശ്യം നല്ല നിലവാരം പുലർത്തുന്ന മാങ്കയുമാണ് ഇതിൻ്റേത്. മാങ്ക വായിച്ചതിനാൽ ഈ ആനിമയുടെ റിലീസിനായി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കൈജു നമ്പർ 8 ദ മാൻ ഹൂ ബിക്കെയിം കൈജു എന്നു പേരുള്ള പൈലറ്റ് എപ്പിസോഡ് എക്സ്പ്ലനേഷനിലേക്ക് സ്വാഗതം. ജപ്പാനിലെ ടോക്കിയോ എന്ന മഹാനഗരം. ജനങ്ങൾ സാധാരണ പോലെ ജീവിതം നയിക്കുന്നു. അപ്പോൾ എന്തോ ഒരു വലിയ ജീവി ഒരു കനാലിൽ നിന്നും ഉയർന്നു വരുന്നു. അതൊരു മോൺസ്റ്റർ ആയിരുന്നു. ഉടനെ തന്നെ അവിടമാകം എമർജൻസി അലേർട്ടുകൾ മുഴങ്ങി. ന്യൂസുകൾ സംപ്രേഷണം ചെയ്തു. എമർജൻസി കൈജു അലേർട്ട്. കനാഗവ പ്രീഫെക്ചറിലുള്ള യോക്കോഹാമ സിറ്റിയുടെ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലും സൗത്ത് ഡിസ്ട്രിക്റ്റിലും എമർജൻസി കൈജു അലേർട്ട് പ്രഖ്യാപിച്ചു. ജനങ്ങൾ ജീവന് വേണ്ടി ഓടി. അവർ ഷെൽട്ടറുകളിൽ അഭയം പ്രാപിച്ചു. ആ ജീവി പുറത്തു വന്ന് വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിടാൻ ആരംഭിച്ചു. ടാർഗറ്റ് യത്തോബാച്ചിയിൽ നിന്നും യമാഷിറ്റയിലേക്ക് പോകുന്നു. ഏകദേശം 60 മീറ്റർ നീളം. ഫോർട്ടിറ്റ്യൂഡ് 3.5 ഓവർ. ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും അതിനെ പിടിക്കാനായി വിന്യസിച്ചു. നല്ല വലിപ്പമുള്ള കൈജുവായിരുന്നു അത്. 3 കിലോമീറ്റർ ചുറ്റളവിൽ ആരുമില്ല എന്ന കണക്കിൽ അവർ നിറയൊഴിക്കാൻ ആരംഭിച്ചു. ഹെലികോപ്റ്ററുകൾ മിസൈലുകൾ വിട്ടു. ജനങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം സാധാരണമാണ് എന്ന മട്ടിലാണ് അവരെല്ലാം. ഏത് ഡിവിഷൻ ആയിരിക്കുമോ വരുന്നത്? യോക്കോഹാമയിലല്ലേ? 3rd ഡിവിഷൻ ആയിരിക്കും. പെട്ടെന്നൊരു ഹെലികോപ്റ്റർ വന്നു നിന്നു. അതിൽ നിന്നും പ്രത്യേകതരം സ്യൂട്ടിട്ട ഒരു സ്ത്രീ പുറത്തേക്ക് ചാടി. ഉയരത്തിൽ നിന്നും ചാടി അവൾ ഒരു വലിയ ബിൽഡിങ്ങിന് മുകളിൽ പതിച്ചപ്പോൾ കോൺക്രീറ്റ് വരെ ഇളകിപ്പോയി. കൈജു അപ്പോഴും ആക്രമണം തുടർന്നു. മിലിറ്ററിയും. അപ്പോൾ ആ സ്ത്രീയെപ്പോലെ സ്യൂട്ടിട്ട പല ആളുകളും കെട്ടിടങ്ങളിൽ കൂടി നിരങ്ങി താഴെ വന്ന് കൈജുവിന് നേരെ കുതിച്ചു. അവൾ വലിയൊരു തോക്ക് തയ്യാറാക്കി ആ ഭീകരജീവിക്ക് നേരെ നിറയൊഴിച്ചു. അത് ഭീമാകാരനായ ജീവിയുടെ ശരീരം തുളച്ച് അപ്പുറം പോയി. അധികം വൈകാതെ ജീവി പൊട്ടിത്തെറിച്ചു. ആകാശം മുട്ടെ അതിന്റെ രക്തം തെറിച്ചു. അവയവങ്ങളെല്ലാം ചിതറി ആ പരിസരമാകം പതിച്ചു. അവൾ ഒറ്റയ്ക്ക് ആ കൈജുവിനെ കൊന്നു. ഭീകരജീവിയുടെ അവയവങ്ങൾ വൃത്തിയാക്കാനുള്ള പണികൾ തുടങ്ങി. വാവ്, ഇതെല്ലായിടത്തും ഉണ്ടല്ലോ. കുറച്ച് നാളത്തേക്ക് നല്ല പട്ടിപ്പണിയായിരിക്കും, അയാൾ ഓർത്തു. ഓക്കെ, വാ, പണി തുടങ്ങാം. അവരെല്ലാം ജോലിക്കായി തയ്യാറായി. ജനങ്ങളെല്ലാം 3rd ഡിവിഷനെ ആഘോഷത്താൽ വരവേൽക്കുകയാണ്. കൈജുവിനെ അവർ വധിച്ചിരിക്കുന്നു. ആ തെരുവിലുള്ള ജനങ്ങളെല്ലാം 3rd ഡിവിഷനെ അഭിവാദ്യം അർപ്പിക്കാൻ വഴിയരികിൽ നിൽക്കുകയായിരുന്നു. ഒരു കാഷ്വാലിറ്റിയും ഇല്ലാതെ 3rd ഡിവിഷൻ ഒരിക്കൽ കൂടി അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു, ന്യൂസ് റിപ്പോർട്ടർ പറഞ്ഞു. എടാ, ക്യാപ്റ്റൻ അഷിറോ വന്നെന്നാ കേട്ടത്. ആണോ? അടിപൊളി. അയാളും 3rd ഡിവിഷനെ ഒന്ന് നോക്കിയിട്ട് തന്റെ ജോലി സ്ഥലത്തേക്ക് ആരവങ്ങൾക്ക് ഇപ്പുറത്തുകൂടി നടന്നു. ക്ലീൻ ചെയ്യുന്ന ആളുകൾ പണികൾ തകൃതിയായി ചെയ്യുന്നു. ആ വലിയ ജീവിയുടെ ശരീരം വേണ്ട രീതിയിൽ നശിപ്പിക്കാനും കീറി മുറിക്കാനും ഒക്കെ ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ അവർക്കുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം തുടങ്ങുന്നത്. ആരും മൈൻഡ് ചെയ്യാത്തതും എന്നാൽ എല്ലാവർക്കും ഉപകാരമുള്ളതുമായ പണി. എന്താണേലും കൈജുവിനെതിരെ ആർക്കും അറിയാത്തുള്ള ഞങ്ങളുടെ പോരാട്ടമാണിത്. ഈ വ്യക്തിയുടെ പേരാണ് ഹിബിനോ കഫ്ക. ക്ലീനിങ് കമ്പനിയിലെ സമർത്ഥനായ ഒരു യുവാവാണ് കഫ്ക. കഫ്കയുടെ അടുത്തേക്ക് ഒരു ഡ്രോൺ വന്ന് പറഞ്ഞു, കഫ്ക, ഇസൂമി ടെക്കിലേക്കുള്ള സാമ്പിളുകൾ കൊടുക്കാൻ. അത് അയാൾ കൊടുത്തു. അപ്പോൾ ഒരാൾ അശ്രദ്ധമായി ആ കൈജുവിൻ്റെ ശരീരഭാഗം ഉയർത്താൻ ശ്രമിക്കുന്നത് കഫ്ക കണ്ടു. അവനത് വാൺ ചെയ്തുവെങ്കിലും അത് പൊട്ടിത്തെറിച്ച് ആസിഡ് പോലുള്ള രക്തം ആ തൊഴിലാളിയുടെ ദേഹത്ത് വീണ് പൊള്ളി. കഫ്ക ഒരു സ്ട്രെച്ചർ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അയാളുടെ മുറിവിന് ശുശ്രൂഷ നൽകുകയും ചെയ്തു. എനിക്ക് ഇതുപോലെ കുറേ പണി കിട്ടിയിട്ടുള്ളതാ. വർക്കേഴ്സ് കോമ്പൻസേഷന് അപ്ലൈ ചെയ്യാൻ മറക്കരുത്, കഫ്ക പറഞ്ഞു. ഈ 3rd ഡിവിഷൻ നല്ല പണിയാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണോ അവയവങ്ങളെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ആഴ്ച തന്നെ ഈ പണിയൊക്കെ തീർക്കണം. വ്യസനിച്ച് നിന്ന കഫ്കയോട് അപ്പോൾ അവരുടെ സൂപ്പർവൈസർ വന്ന് പറഞ്ഞു, കഫ്ക, സ്റ്റാഫ് കുറവായതുകൊണ്ട് നിന്നെ വേറെ ഏരിയയിലേക്ക് മാറ്റുകയാണ്. എങ്ങോട്ടാ? കുടലിലേക്ക്. അത് കേട്ട് കഫ്ക ഞെട്ടിപ്പോയി. അവൻ പോകാൻ മടിച്ചെങ്കിലും ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി. ഈ കുടൽമാലയിൽ പണിയെടുക്കുന്നത് അത്ര ചടങ്ങാണ്? ഒരു വർക്കർ ചോദിച്ചു. അവിടെ എന്താ ഉള്ളതെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരു ദിവസത്തേക്ക് ഒന്നും കഴിക്കാൻ പോലും തോന്നില്ല, അയാൾ പറഞ്ഞു. പാവം കഫ്ക മലമെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി. അവസാനം കഫ്കയുടെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അവൻ അപ്പോഴും അതിൻ്റെയൊക്കെ ചൊരിക്കലായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ന്യൂസ് ചാനൽ ഓണാണ്. യോക്കോഹാമ സിറ്റിയിൽ പ്രത്യക്ഷപ്പെട്ട കൈജുവിനെ കൊന്നവരാണ് നായകർ, ന്യൂസിൽ പറഞ്ഞു. ഡിഫൻസ് ഫോഴ്സിന്റെ 3rd ഡിവിഷനും ആ ഡിവിഷന്റെ ലീഡറായ ക്യാപ്റ്റൻ മിന അഷിറോയും. വെറും 27 വയസ്സിനുള്ളിൽ അവർ ക്യാപ്റ്റനാകുക മാത്രമല്ല 100 കണക്കിന് കൈജുവിനെയും കൊന്നിട്ടുണ്ട്. കത്തിയമരുന്ന നഗരത്തിന് മുന്നിലെ ഒന്നിൽ നിൽക്കുന്ന ആ ആൺകുട്ടിയും പെൺകുട്ടിയും. എല്ലാ കൈജുവിനെയും നമ്മൾക്ക് ഒരുമിച്ച് നശിപ്പിക്കാം, അവൻ പറഞ്ഞു.
അവരുടെ ശാന്തമായ സ്വഭാവവും അന്തസ്സുറ്റ രൂപഭാവവും കൊണ്ട് ക്യാപ്റ്റൻ ആഷിറോ ഏറ്റവും പോപ്പുലറായ ക്യാപ്റ്റനുകളിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കമാൻഡർ പദവിയിലേക്കുള്ള ഭാവി സ്ഥാനാർത്ഥിയും ക്യാപ്റ്റൻ ആഷിറോ ആയിരിക്കുമത്രേ. നമ്മളെല്ലാവരും അവരുടെ ഭാവി പ്രവൃത്തികൾക്കായി കാത്തിരിക്കുകയാണ്, മൂസിൽ പറഞ്ഞു. കഫ്ക TV ഓഫ് ചെയ്ത് ഒരു നിമിഷം ചിന്താനിമഗ്നനായി. ഞാൻ എന്തിനാണ് ഇതിൻ്റെ എല്ലാം വിപ്രത്ത് വന്നത്? പെട്ടെന്ന് അവൻ ഞെട്ടി. വേണ്ട, അതൊന്നും ചിന്തിക്കേണ്ട. ക്ലീനിങ്ങും ആൾക്കാരെ സഹായിക്കാനുള്ള അത്യാവശ്യ ജോലി തന്നെയാണ്. ഞാൻ നല്ലൊരു റൂമിലാണ് താമസിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ കഴിക്കുന്നു. ഇത്രയൊക്കെ പോരെ? പിറ്റേന്ന് കഫ്ക ഓഫീസിൽ വന്നു. അപ്പോൾ ഒരാൾ അവനെ വിളിച്ചു. കഫ്ക, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതാണ് നമ്മളുടെ കൂടെ ഇനി മുതൽ ജോലി നോക്കാൻ പോകുന്ന പാർട്ട് ടൈം സ്റ്റുഡൻറ്റ് ഇച്ചിക്കാവ. അയാൾ റെനോ ഇച്ചിക്കാവ എന്ന പയ്യനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഡിഫൻസ് ഫോഴ്സിൽ കയറാൻ തീരുമാനിച്ചുറപ്പിച്ചവനാ ഇവൻ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇവനും കുറേ നാൾ ഡിഫൻസ് ഫോഴ്സിൽ കയറാൻ നടന്നതായിരുന്നു. പക്ഷെ അതൊക്കെ വിട്ടു, അയാൾ കഫ്കയെ ചൂണ്ടി പറഞ്ഞു. അതുകൊണ്ടെന്താ, ഈ കമ്പനിയിലെ അനുഭവ സമ്പത്തുള്ള ഒരാളായി മാറി. നാശം പിടിക്കാൻ. എന്തിനാ അത് ഉപേക്ഷിച്ചത്? റെനോ പെട്ടെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ രീതിയിൽ ഒത്തിരി കഷ്ടപ്പെട്ടതാ. പക്ഷേ എന്നേക്കാളും നല്ല ഒരാൾ എപ്പോഴും കാണുമല്ലോ. എൻ്റെ കഴിവിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് ഞാൻ ഒരു കണക്കിന് തിരിച്ചറിഞ്ഞു. കുറച്ച് പ്രായമാകുമ്പോൾ നിനക്കും മനസ്സിലാകും, കഫ്ക പറഞ്ഞു. എന്നാൽ റെനോ എടുത്തടിച്ച് പറഞ്ഞു. എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഒരിക്കലും തോറ്റു പിന്മാറില്ല. അതുകൊണ്ട് എനിക്ക് ആ ലോജിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കണമെന്നുമില്ല. അത് പറഞ്ഞവൻ ഡ്രസ്സ് മാറാൻ പോയി. അവൻ നിന്റെ കൂടെ നല്ലപോലെ നിൽക്കുമെന്നാണ് ഞാൻ ഓർത്തതെന്ന് മറ്റേയാൾ പറഞ്ഞു. തെണ്ടി. ഞാൻ എങ്ങനെ ഉത്തരം പറഞ്ഞാലും അവൻ എന്നെ മോശമായേ കാണും. പക്ഷേ തോറ്റു കൊടുക്കുന്നത് അത്ര മോശമാണോ? കഫ്ക ചിന്തിച്ചു. അവരുടെ ജോലി തുടങ്ങി. റെനോയ്ക്ക് കുടലിലാണ് പണി കിട്ടിയത്. അത് കേട്ട് കഫ്കയ്ക്ക് സന്തോഷം. പിറകെ കഫ്കയ്ക്കും അവിടെ തന്നെയാണെന്ന് അനൗൺസ്മെന്റ്. പിന്നെ 2 ദിവസം അടുപ്പിച്ച് കുടലിൽ തന്നെ പണിയാണോ? നീര് നല്ലപോലെ ചെയ്യില്ലേ? ഇല്ലേ? എന്നാണേലും സ്യൂട്ടൊക്കെ ഇട്ട് കഫ്ക മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പണിയാൻ പോയി. എന്നാ കുറ്റം പറഞ്ഞാലും അവൻ ആത്മാർത്ഥതയോടെ പണിയെടുക്കും. അവൻ ആ പരീക്ഷ പാസ്സായിരുന്നേൽ നല്ലൊരു ഓഫീസർ ആയേനെ, സൂപ്പർവൈസർ റെനോയോട് പറഞ്ഞു. അതിനുശേഷം ഉച്ചയായി. റെനോ ആണെങ്കിൽ ഛർദ്ദിക്കാൻ മുട്ടിയിരിപ്പാണ്. കഫ്ക നോക്കിയെന്ന് ചിരിച്ചു. അവന് നല്ലപോലെ കിട്ടി ബോധിച്ചു. ഉടനെ കഫ്കയും ഛർദ്ദിക്കാൻ പോയി. അപ്പോഴാണ് അവൻ റെനോയുടെ തുറക്കാത്ത ലഞ്ച് ബോക്സ് കണ്ടത്. നീ കഴിക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നില്ല, റെനോ പറഞ്ഞു. ഓക്കേ, എന്നാ ഇത് പിടിച്ചു. കഫ്ക അവനൊരു ജ്യൂസ് കൊടുത്തു. ഇത് നിനക്കുള്ളതാ, പറ്റുന്നത്ര കഴിച്ചു, അല്ലെങ്കിൽ വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കാനാവില്ല. പിന്നെ ഇതും പിടിച്ചു. അത് പറഞ്ഞ് കഫ്ക അവന് നോസ് പ്ലഗും കൊടുത്തു. ഇയാൾ എന്തോന്നാ ഈ കാണിക്കുന്നേ? എനിക്കതൊന്നും വേണ്ട. എന്നാൽ ഇതൊന്ന് വെച്ച് നോക്കടാ ചക്ക. അവർ രണ്ടും ഇതിൻ്റെ പേരിൽ ബഹളം. ശേഷം അവരെല്ലാം പണി തുടർന്നു. പണി നേരത്തെ കഴിഞ്ഞത് കാരണം ചിലർ നേരത്തെ തന്നെ പോയി. കഫ്ക അവിടെ നിന്നു. ഏറ്റവും മോശം ഭാഗമൊക്കെ ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞു, കഫ്ക ചിന്തിച്ചു. അപ്പോൾ റെനോ കഫ്കയുടെ അടുത്ത് വന്ന് പറഞ്ഞു. സെൻപൈ, ഓ ഇച്ചിക്കാവാ, എന്താ ഉച്ചക്കെത്തതിന് പ്രതികാരം ചോദിക്കാൻ വന്നതാണോ? നന്ദി, എന്നെ സഹായിച്ചതിന് നന്ദി. അത് കാരണം എൻ്റെ ആദ്യത്തെ ദിവസം അതിജീവിക്കാൻ പറ്റി. താങ്ക് യു വെരി മച്ച്. ഓ റെനോ തിരികെ നടന്നു. ഞാനിത് പറയാൻ വന്നതാ. ഗുഡ് ബൈ. പിന്നെ ഡിഫൻസ് ഫോഴ്സ് റിക്രൂട്ട്മെന്റ് പ്രായപരിധി 33 വയസ്സാക്കി ഉയർത്തി. ജനനനിരക്ക് കുറഞ്ഞു വരുന്നത് കൊണ്ടെന്തോ ആണ്. ശരിക്കും ബാക്കിയുള്ളവരുടെ തീരുമാനത്തിൽ കയറി ഇടപെടുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ തോറ്റു പിന്മാറുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കൾ സങ്കടപ്പെട്ടതുപോലെ തോന്നി. എന്താണേലും നിങ്ങളെന്ത് ചെയ്താലും എന്നെ ബാധിക്കില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ശരിക്കും തോറ്റു പിന്മാറാം. ഗുഡ് ബൈ. അപ്പോൾ കഫ്ക പിറകിൽ നിന്നും വിളിച്ചു. ഇച്ചിക്കാവ, താങ്ക് യു. ഞാൻ വിചാരിച്ചതിലും നല്ല ഒരാളാണ് നീ. ഞാനതൊന്നും ഉദ്ദേശിച്ചിട്ടല്ലെന്ന് പറഞ്ഞില്ലേ? പെട്ടെന്നൊരു ഭീകരജീവി റെനോയുടെ പിറകിൽ പ്രത്യക്ഷപ്പെട്ടു. അതവനെ തിന്നാനായി വാ പിളർന്നു വന്നു. എന്നാൽ കഫ്ക ഉടനെ തന്നെ റെനോയെ കൊണ്ട് അവിടെ നിന്ന് ചാടി ഒഴിഞ്ഞു മാറി. അവർ തെറിച്ചുപോയി വീണു. യോജുവോ? റെനോ അത്ഭുതപ്പെട്ടു. റെനോയുടെ ശ്രദ്ധ മാറിയ ആ നിമിഷം യോജു അവനെ കൈകൊണ്ട് പിടിക്കാൻ നോക്കിയെങ്കിലും ഞൊടിയുടെ നേരത്തിൽ കഫ്ക അവനെ ചവിട്ടി മാറ്റി. ഇച്ചിക്കാവ, ഓട്, പറ്റുന്നത്ര വേഗത്തിലോട്. സേഫായി കഴിഞ്ഞ് ഡിഫൻസ് ഫോഴ്സിനെ വിളിക്ക്, കഫ്ക പറഞ്ഞു. പക്ഷെ സെൻബൈ, നിങ്ങൾ ഒറ്റയ്ക്കല്ലേ? നമ്മൾ രണ്ടുപേരും കൂടി വിചാരിച്ചാൽ പോലും ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ ആകണ്ടേ? അതുകൊണ്ട് നിനക്കിവിടെ എങ്ങനെ മരിക്കാൻ പറ്റും? റെനോ മടിയോടെയാണെങ്കിലും അവിടെ നിന്ന് ഓടിപ്പോയി. കഫ്ക അതിനെ ഒറ്റയ്ക്ക് നേരിടാൻ തയ്യാറായി. ഇങ്ങോട്ട് നോക്കടാ. ആ ഭീകരജീവി അവനെ കണ്ടു. കഫ്ക ജീവനും കൊണ്ട് ഓടി. യോജു അവന്റെ പിറകെയും. തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി ഓടിയ കഫ്ക മുന്നിലൊരു ഇടുങ്ങിയ വഴി കണ്ടു. അവൻ അതിലേക്ക് ഓടി കയറി. പിറകെ വന്ന യോജുവിന്റെ ശരീരം വഴിയിലിടിച്ചു നിന്നു. എന്നാൽ അത് കൈനീട്ടി അവനെ പിടിക്കാൻ നോക്കിയെങ്കിലും കഫ്ക ജസ്റ്റിന് രക്ഷപ്പെട്ടോടി. ഓടി അവനൊരു ജനാലയും തകർത്ത് വെളിയിലേക്കെടുത്ത് ചാടി. ഒരു പെൺകുട്ടി തനിച്ചിരിക്കുകയായിരുന്നു. അവളുടെ മുന്നിൽ നഗരം കത്തിയെരിയുന്നുണ്ട്. അവൾ കരയുകയായിരുന്നു. അപ്പോൾ ആ ആൺകുട്ടി അവിടേക്ക് വന്നു പറഞ്ഞു,
എല്ലാം നശിച്ചു. നിന്റെ വീട്, എൻ്റെ വീട്, സ്കൂള്. നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല കൈജു. ആ പോക്കിമോൺ ഗെയിം തീർക്കാൻ ഇത്രയും കൂടിയേ ഉള്ളായിരുന്നു, അവൻ പറഞ്ഞു. അതോർത്താണോ നിനക്ക് സങ്കടം? പെൺകുട്ടി ചോദിച്ചു. അവനൊന്ന് ചിരിച്ചു. അവൾ തുടർന്നു. മീക്കോ മരിച്ചത് കൊണ്ടാ എനിക്ക് സങ്കടം. ഓ, ആ പൂച്ചയോ? അവൻ അവളുടെ അരികിലിരുന്നു. ഒന്ന് ചിന്തിച്ചിട്ട് അവരിരുവരും ഒരുമിച്ച് പറഞ്ഞു, ഞാനൊരു ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ ആകും. നീ എന്ത് പൊട്ടത്തരമായി പറയുന്ന കൊച്ചേ എന്നവൻ. നീയും UKG-യിലല്ലേ പഠിക്കുന്ന കഫ്ക എന്നവൾ. അയിനി ഏറ്റവും അടിപൊളി ഓഫീസർ ആരാകുമെന്നറിയാൻ മത്സരിച്ച് നോക്കിയാലോ? എല്ലാ കൈജുവിനെയും നമ്മൾക്ക് ഒരുമിച്ച് നശിപ്പിക്കാം, അവൻ പറഞ്ഞു. കഫ്ക റോഡിൽ വന്ന് വീണു. ഇതൊന്നും ഇങ്ങനെയല്ല ആവേണ്ടിയിരുന്നത്. യോജു അവനെ ഉടനെ തന്നെ കണ്ടുപിടിച്ചു. അതവനെ ആക്രമിക്കാനായി കുതിച്ചു. അതവനെ ആക്രമിച്ചു. ഇതെന്താ എല്ലാം ഇങ്ങനെയായത്? യോജുവിന്റെ അടികൊണ്ട് കഫ്കയുടെ കാൽ ഒടിഞ്ഞിരുന്നു. അത് പിന്നെയും അടുത്തു വന്നു. കഫ്ക തന്റെ കാൽ ശ്രദ്ധിച്ചു. അവനിനി രക്ഷപ്പെടാനാവില്ല. ഭീകരജീവി അതിന്റെ വാ മലർക്കെ പിളർന്ന് അവനെ ഒന്നോടെ തിന്നാനായി വന്നു. പക്ഷെ ഉടനെ തന്നെ റെനോ ഒരു കമ്പി കൊണ്ട് അതിന്റെ തലയ്ക്കടിച്ചു. കഫ്കയെ രക്ഷിച്ചു. അണ്ടാ, നീ എന്തിന്? ഞാൻ ഡിഫൻസ് ഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്ന് റെനോ. അവൻ കഫ്കയുടെ ഒടിഞ്ഞ കാല് കണ്ടു. നിങ്ങളെ ഞാനിവിടെ ഉപേക്ഷിച്ചിട്ട് പോയാല് ഞാൻ ഒരിക്കലും ഒരു ഓഫീസർ ആവില്ല, റെനോ പറഞ്ഞു. നാശം. യോജു റെനോയെ ആക്രമിച്ചു. റെനോ ബ്ലോക്ക് ചെയ്തു. എന്നാലും യോജു അതിശക്തമാണ്. ഒന്നും ചെയ്യാനാവാതെ കഫ്ക നിസ്സഹായനായിരുന്നു. ഞാൻ എങ്ങനെയാണ് ഇത്ര പാഴായത്? ഒന്നും മാറിയിട്ടില്ല. എൻ്റെ ഗെയിം കൺസോളോ കൂട്ടുകാരിയുടെ പൂച്ചയോ എൻ്റെ ജൂനിയറിനെ പോലും സംരക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ ജീവി അവരിരുവരെയും അടിക്കാനായി കൈയൊന്നു. പെട്ടെന്നൊരു വെളുത്ത കടുവ ചാടി വന്ന് അതിൻ്റെ കയ്യിൽ കടിച്ചു. ഉടനെ തന്നെ ചറപറ വെടിയേറ്റ് കൈജു പൊട്ടിത്തെറിച്ചു. എല്ലാം ഒരു നിമിഷത്തിൽ തീർന്നു. ടാഗർ ഹാസ് ബീൻ എലിമിനേറ്റഡ്. സംഭവ സ്ഥലത്ത് മുറിവ് പറ്റിയവരുമുണ്ട്. ഞങ്ങളുടെ ടീം റെസ്ക്യൂ ഓപ്പറേഷനിലേക്ക് മാറുകയാണ്. ജപ്പാനിന്റെ ഡിഫൻസ് ഫോഴ്സ് 3rd ഡിവിഷൻ വന്നു. ഇഗറാഷി, തക്കറാഷി, മുറിവ് പറ്റിയവരെ നോക്ക്. ബാക്കിയുള്ളവർ എൻ്റെ കൂടെ വരൂ. ആ സ്ത്രീയായിരുന്നു ക്യാപ്റ്റൻ അഷിറോ മീന. അവൾ പോയി. അവർ കഫ്കയെയും റെനോയെയും രക്ഷിച്ചു. കാലൊക്കെ പ്ലാസ്റ്ററിട്ട കഫ്ക ആശുപത്രി ബെഡിൽ കിടക്കുകയായിരുന്നു. മീന ശരിക്കും അടിപൊളിയാണല്ലോ. ആ ഭീകരജീവി ഒറ്റ നിമിഷത്തിനുള്ളിലല്ലേ അവൾ കൊന്നത്. എനിക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് അവൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് തൊട്ടപ്പുറത്തെ ബെഡിൽ നിന്നും റെനോ വിളിച്ചു. കഫ്ക ഞെട്ടിപ്പോയി. റെനോ പറഞ്ഞു, കൈജു വന്ന സമയത്ത് നിങ്ങൾ എന്നോട് ഓടാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ എന്നെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ മരിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അടിപൊളിയാ. അത് കേട്ടപ്പോൾ പണ്ട് കഫ്ക മീനയോട് പറഞ്ഞതോർത്തു. നിങ്ങൾ ശരിക്കും ഒരു ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ ആകേണ്ടതാ. എന്നാലും അത് നിങ്ങളുടെ തീരുമാനമാണ്. എനിക്കതിലൊരു കാര്യവുമില്ല. കഫ്ക ഓർമ്മകൾ ഓർത്ത് സ്വന്തം മുഷ്ടികൊണ്ട് നെറ്റിയിലിടിച്ചു. അവൻ ഓർത്തു, എത്ര നാൾ ഞാൻ കണ്ണടച്ച് ഇരുട്ടാക്കും. നന്ദി ഇച്ചിഗവ, നീ ശരിക്കും നല്ലൊരു മനുഷ്യനാണ്. എന്നാലും പിന്മാറുന്നത് ഒരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നെ ഞാൻ തന്നെ പറ്റിക്കുന്നത് ശരിയല്ല. ഞാൻ ഒരിക്കൽ കൂടി ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ ആകാൻ ശ്രമിക്കാൻ പോവുകയാണ്. അപ്പോഴാണവൻ തൻ്റെ മുന്നിൽ എന്തോ പറക്കുന്നതായി ശ്രദ്ധിച്ചത്. ഒരുതരം വിചിത്രമായ പ്രാണി. അവനെ കണ്ടെത്തി. കഫ്ക പെട്ടെന്ന് പ്രതികരിക്കാനായി എണീറ്റു. എന്നാൽ അവൻ എന്തെങ്കിലും ചെയ്യാനാവുന്നതിന് മുന്നേ തന്നെ അതവൻ്റെ വായിൽ കൂടി അകത്തേക്ക് കയറി. കഫ്കയ്ക്ക് എന്തെല്ലാമോ സംഭവിക്കുന്നു. അവൻ കട്ടിലിൽ കിടന്ന് പിടഞ്ഞു. റെനോ കഫ്കയുടെ കാൽ പിടയ്ക്കുന്നത് കണ്ട് പേടിച്ച് കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ കഫ്കയുടെ സ്ഥാനത്തൊരു കൈജു. അവൻ ജനാലയിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു കൈജു. രണ്ടു അലറി വിളിച്ചു, ഇച്ചിക്കവ, ഇത് ഞാനാ സമാധാനിക്ക്. അപ്പൊ ചുമ്മാ കാഴ്ച കാണാൻ ഇറങ്ങിയ ഒരു അപ്പൂപ്പൻ ആ മുറിയുടെ മുന്നിൽ കൂടി നടന്നുപോയി. പുള്ളി കൈജുവിനെ കണ്ട് പേടിച്ച് ഫോൺ എടുത്ത് അപ്പോൾ തന്നെ കോള് പോയി ഡിഫൻസ് ഫോഴ്സിന്. കാര്യം ആട്ടപടലമായെന്ന് രണ്ടിനും മനസ്സിലായി. ഓട് സെൻബായ്,